ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കപൂർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽ കോച്ച് ഫാക്ടറിയിലേക്ക് വന്ന കുറച്ച് ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ട്രെയിനി ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അപ്രൻറ്റിസ് ആക്ട് പ്രകാരം 1961 പ്രകാരമാണ് ഇതിലേക്ക് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് 4 തീയതി വരെയാണ്. 2023 4 തീയതി വരെയാണ്, മാർച്ച് 4 തീയതി വരെയാണ് ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉണ്ടായിരിക്കുക. ഓക്കെ, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ ട്രേഡിലേക്കാണ് അത് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഫിറ്റർ എന്ന ട്രേഡിലേക്ക് വിളിച്ചിരിക്കുന്നുണ്ട്. അതിന് ടോട്ടൽ വേക്കൻസി 215 അതേപോലെ വെൽഡർ എന്ന പോസ്റ്റിലേക്ക് 230. മെക്കാനിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് 5 വേക്കൻസി ഉണ്ട്. അതേപോലെ പെയിൻറ്റർ എന്ന വേക്കൻസി 5. കാർപ്പൻ്റർ വേക്കൻസി 5. ഇലക്ട്രീഷ്യൻ എന്ന വേക്കൻസി 75. അതേപോലെ AC ആൻഡ് റിഫൈനറി മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് 15 വേക്കൻസികളാണുള്ളത്. ടോട്ടൽ 550 വേക്കൻസികളാണ് ഇതിലേക്കുള്ളത്. അതേപോലെ OBC, SC, ST, UR എന്നീ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളുമുണ്ട്. OBCക്കാർക്ക് ടോട്ടൽ 147 സംവരണ സീറ്റുകളാണുള്ളത്. അതേപോലെ STക്കാർക്ക് 40, SCക്കാർക്ക് 83, URക്കാർക്ക് 280 റിസർവേഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മോഡ് ഓഫ് അപ്ലിക്കേഷൻ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സെലക്ഷൻ വിൽ ബി ഓൺ ദി ബേസിസ് ഓഫ് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർഡ് ഓഫ് ഓൾ കാൻഡിഡേറ്റ്സ് ഹു അപ്ലൈ അഗെയിൻസ്റ്റ് ദ നോട്ടിഫിക്കേഷൻ. മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളെ ഇതിലേക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ ദ മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ ദി പർപ്പസ് ഓൺ ദി ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇൻ മെട്രിക്കുലേഷൻ. 10ാം ക്ലാസ്സിൻ്റെ മെട്രിക്കുലേഷൻ്റെ മാർക്ക് 50% മുകളിൽ വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ പ്ലസ് ITI മാർക്ക് ഇൻ ട്രേഡ്, അതായത് ഏത് വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിനനുസരിച്ചുള്ള ITI മാർക്കും ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മോഡ് ഓഫ് സെലക്ഷൻ പറയുന്നത്. ഇതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇൻ കേസ് ഓഫ് 2 കാൻഡിഡേറ്റ്സ് ഹാവിങ് ദ സെയിം മാർക്ക്, ദ കാൻഡിഡേറ്റ്സ് വിത്ത് ഓൾഡർ ഏജ് ഷാൾ ബി പ്രിഫേർഡ്. അതായത് 2 മത്സരാർത്ഥികൾക്ക് ഒരേ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ വയസ്സ് കൂടിയ ആൾക്കാർക്കും ചാൻസ് കൂടുതൽ കിട്ടുക. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ട്രേഡ് വൈസ് ആൻഡ് കമ്മ്യൂണിറ്റി വൈസ്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ട്രേഡ് വൈസായിട്ടും കമ്മ്യൂണിറ്റി വൈസുമായിട്ടായിരിക്കും നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ഈക്വൽ ടു ദി നമ്പർ ഓഫ് സ്ലോട്ട് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് ആസ് സ്റ്റേറ്റഡ് അബോവ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിസെൻഡിങ് ഓർഡറിലായിട്ടായിരിക്കും പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ മാർക്കും നമ്പർ ഓഫ് സ്ലോട്ടൊക്കെ തരംതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓൺലൈനായിട്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. അതേപോലെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കുക. ഡോക്ടേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ ഓഫ് സെൻട്രലോ സ്റ്റേറ്റ് ഹോസ്പിറ്റലായ അസിസ്റ്റൻറ്റ് സർജൻ എന്ന റാങ്കിൽ കുറയാത്ത ഡോക്ടർ മെൻഷൻ ചെയ്തതായിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതായി പറയുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ്. ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റ് 15 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ 24 വയസ്സ് കഴിയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. 31/3/2023 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ വയസ്സ് കണക്കാക്കുക. അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സബിൾ ബൈ 5 ഇയേഴ്സ് ഇൻ SC ST കാൻഡിഡേറ്റ്സ്. 3 വർഷമാണ് OBC കാൻഡിഡേറ്റ്സ്. 5 വർഷം SC STക്കും 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട്. അതേപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സബിൾ 10 ഇയേഴ്സാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. അണ്ടർ +2 എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. വിത്ത് മിനിമം 50 മാർക്കാണ് പറയുന്നത്. 50% മാർക്ക് നേടിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ NTC സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. നാഷണൽ കൗൺസിൽ സർട്ടിഫിക്കറ്റും വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ CGPA 7.4 ഒക്കെയാണ് പറയുന്നത്. അത് നോക്കുക. പേയ്മെൻറ്റ് ഓഫ് ദി ഫീസ് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയാണ് ഇതിലേക്ക് അപ്ലൈ ചാർജ് ആയിട്ട് വരുന്നത്. ഓൺലൈൻ മോഡായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു PDF-ലും കാര്യങ്ങളായിട്ട് നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നത്. നോട്ട് ഫീ ദ റിക്വയർഡ് ടു ബി പെയ്ഡ് ബൈ SC ST PWD വുമൺ. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണ് യോഗ്യത ഉള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിട്ടായിരിക്കും ഫീസ് ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു അപ്ലൈ ഓൺലൈനായിട്ട് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്.
വിസിറ്റിംഗ് www.rcf.indianrailways.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മാർച്ച് 4-ാം തീയതി വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊരു വീഡിയോ ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.